മിഠായി മേടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തിരുവനന്തപുരത്ത് ചാക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റുണ്ട്, അതായത് അനന്തപുരി ഹോസ്പിറ്റലിന് അടുത്തായിട്ട് തന്നെ. ഇത് നേരത്തെ ഉള്ള ഇതാണ്, ഈ കാണുന്നതാണ് ഹൈപ്പർ മാർക്കറ്റ്. ഇത് ലുലു മാള് പോലെ തന്നെ ഒരു മാളാണ്, ചെറിയ മാള്. ഇപ്പം ഈ ലുലു മാള് വന്നതിന് ശേഷം ഇവിടെ പിന്നെ തിരക്ക് കുറവാണ്. ഇതിനു മുമ്പൊക്കെ ജനങ്ങൾ കണ്ടമാനം വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥലം. ഇത് ലുലുമാൻ്റെ ഫ്രണ്ട് സ്ഥലമാണ്. ലുലുമാളല്ല, ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടെ റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. എൻ്റെ ഫ്രണ്ട് സ്ഥലങ്ങളാണിത്. ചില അലങ്കാര കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ വലത്ത് സൈഡിലാണ്ട് വെള്ളത്തിൽ ലൈറ്റും ഒക്കെ അതിൻ്റെ വർണ്ണങ്ങളും അതിൻ്റെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. ലൈറ്റ് കത്തിയാണെന്ന് വെള്ളത്തിനകത്താണത്, പല കളറിൽ. അതാണ് ഈ കാണുന്നത്. അതൊക്കെ പിള്ളേരന്മാരും കാഴ്ചക്കാരൊക്കെ ഒരു നല്ല ഇതാണ്, കാണാൻ കൊള്ളാവുന്നതാണ്. ചാക്കയാണ് സ്ഥലം, അതായത് അനന്തപുരി ഹോസ്പിറ്റലിന് അടുത്തായിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചകളാണ്. അതിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ലുലു മാള് വന്നതിന് ശേഷം ഇത് തിരക്ക് കുറവാണ് ഇവിടെ. ഇത് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്തോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അകത്തോട്ടൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് രണ്ടാമത്തെ നിലയിലോട്ട് കയറി പോകുന്നതാണ്. ലിഫ്റ്റ് വഴി കയറി പോവാം. ലിഫ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യത്തെ നില കയറി ഇറങ്ങി. ഇവിടെയൊക്കെ ഇതിനകത്ത് ബേക്കറിയും അത് ഇതും ചപ്പ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട് ഇവിടെ ഇതിനകത്ത്. പുറത്തിട്ടൊക്കെ ഇരുന്ന് റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ആൾക്കാർക്ക് ആഹാരം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ചുറ്റുപാട്. ഇനിയിപ്പം അടുത്ത മൂന്നാമത്തെ നിലയിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അങ്ങനെ മൂന്നാമത്തെ നിലയിൽ വന്നു. മൂന്നാമത്തെ നിലയിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ വണ്ടി കയറി വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. വണ്ടി അടിയിൽ നിന്നും ഈ 3 നില മുകളിൽ വരും. ഇവിടെ കൊണ്ടുവന്നാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ടികളൊന്നും കാണുന്നില്ല. ഇവിടെ കഴിയുന്നിടത്തൊക്കെ നിൽക്കുന്ന ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കാണാം. രാത്രിയായി, ഇപ്പോൾ തന്നെ 10 മണിയാവുന്നവരേ ഉള്ളൂ. 10 മണിയാകുമ്പോൾ അടയ്ക്കും. വണ്ടി കയറി വരും. ഇത് നിസ്കരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അടുത്ത് നമസ്കരിക്കാം. ഇതിനകത്തൊരു ചെറിയ പള്ളിയുണ്ട്. മൂന്നാമത്തെ നില കഴിഞ്ഞ് 4ാമത്തെ ഇതിലാണ് നമസ്കരിക്കുന്ന
സ്ഥലമാണ്. ഇവിടെ കുത്തുബയൊക്കെ അളക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമസ്കാരത്തിനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. നമസ്കാര ക്രമങ്ങൾ അതൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നു. പത്ത് മണിയുടെ ഉള്ളമ്മ തിരിച്ച് പോവുകയാണ്. നമസ്കാരം കഴിഞ്ഞ് തിരിച്ച് പോകുന്നു. വണ്ടികൾ കയറി വരുന്ന സ്ഥലങ്ങളും പാർക്ക് ചെയ്ത് കിടക്കുന്നതൊക്കെ സ്ഥലങ്ങളാണ്. അപ്പം 10 മണിക്കാണ്ട് ആരുമില്ല. കണ്ടമാനം പണം മുടക്കി ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ വളരെ അല്ല, ലുലു മാൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ അല്പം കുറവിലാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ള തിരക്കൊക്കെ കാണാം. അടയ്ക്കാതെ നല്ല സമയമായി. നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഇവിടെ വലതുവശത്തൊക്കെ റെസ്റ്റോറൻ്റാണ്. കറികരുന്ന ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പിള്ളേർക്ക് ഒക്കെ ആകർഷിക്കുന്ന ഒരു ഇതാ വച്ചിരിക്കുന്നത്. പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ളതും കാഴ്ചയ്ക്കൊക്കെ ഉള്ളതും. പിന്നെ ഇതിനകത്ത് തന്നെ പിള്ളേർക്ക് ഇടാനുള്ള ഇനിയും അടുത്ത നിലയുടെ ഇറങ്ങി വരികയാണ് നമ്മൾ. അടുത്ത 2ാമത്തെ നിലയിലേക്ക്, 3 നിലയിൽ നിന്നും 2ാമത്തെ നിലയിലേക്ക് വരുന്നു. ആദ്യത്തെ ഒരു നില കഴിഞ്ഞു. ഇതിനകത്തൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു മാർക്കറ്റാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തേക്ക് വന്നപ്പോൾ കയറിയായിരുന്നു. ഇന്നിപ്പം കയറില്ല. സമയങ്ങൾ കുറവായുണ്ട്. അവിടെ കയറിയില്ല. അതിനകത്ത് കയറിയില്ല. ബാക്കിൻ്റെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അത്ര ഒക്കെ പിള്ളേരൊക്കെ ഇനി അടുത്ത ഒരു നിലയോടെ ഇറങ്ങാനുണ്ട് നമ്മൾ. അടിയിലാണ് ഹൈപ്പർ മാർക്കറ്റ്. ഒരു മാർക്കറ്റുണ്ട് ഇനി അടിയിലത്തെ ആദ്യത്തെ അതും ഇറങ്ങിക്കഴിഞ്ഞു. നേരെ ഏറ്റവും താഴെ വന്നു. ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അതിനകത്തൊന്നും കയറിയില്ല. ഒരു ദിവസം കയറുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാം. ഒരു വണ്ടി കിടക്കുന്നു. അതൊക്കെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ളതാണ്. പിള്ളേർക്ക് തന്നെ ഇതിനകത്ത് തന്നെ കടന്നു പോകും. ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. മലബാറിൻ്റെ ഒക്കെയാണ് ഇരിക്കുന്നത്. വേറെ ആരാണ് ഇത് നടത്തുന്നത്. നമ്മൾ പിന്നെ ഒരുപാട് നേരം നിന്നില്ല. വീട്ടിലേക്ക് തന്നെ വരികയാണ്. അതൊരു വിശേഷം അറിയാത്തവർക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെളിയിലിറങ്ങി അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആദ്യം അങ്ങോട്ട് കയറി പോയപ്പോൾ കണ്ടതാണ്. പിന്നെ ഇതിനകത്തൊരു മാർക്കറ്റുണ്ട്. അതിനകത്ത് നമ്മൾ കയറിയില്ല. ഹൈപ്പർ മാർക്കറ്റുണ്ട്, സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാം അതിനെ പുറമേ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. ഫ്രണ്ടിലേക്കുള്ള സാധനങ്ങൾ. നമ്മൾ വന്ന വഴി തിരിച്ച് നമ്മൾ മടങ്ങുകയാണ്. നമ്മൾ